വെളിഞ്ഞാരിമധ്യമാം ശ്രീബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഗുരുവും എല്ലാ ആത്മസഹോദരങ്ങൾക്കും സുസ്വാഗതം. അരുവിപ്പുറം 136ാമത് പ്രതിഷ്ഠാ വാർഷികത്തെ കുറിച്ച് സംസാരിക്കുന്നത് ML ഉഷാരാജ്. ഉദാത്തമായ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഇവിടെ മനഃശാസ്ത്രപരമായി ഗുരുദേവൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടു പഠിക്കണം. അദ്വൈതത്തിന്റെ ഉന്നത ശൃംഖലങ്ങളിൽ വിഹരിക്കുന്ന ഗുരുദേവൻ എന്തിന് ഈ ശിവപ്രതിഷ്ഠ നടത്തി? ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയാൽ പോരെ? ശരിയാണ്. പക്ഷേ ഓരോ വ്യക്തിയുടെയും സംസ്കാരവും മാനസിക തലവും ബുദ്ധിയുടെ തലവും മനസ്സിലാക്കിയാൽ ഈ ചോദ്യം നാം ചോദിക്കില്ല. തന്റെയും മറ്റുള്ളവരുടെയും മാനസിക തലം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. താൻ മാത്രം കേവനെന്നും എല്ലാം മനസ്സിലാക്കിയവനെന്നും ഉള്ള തോന്നൽ അവനെ മായാലോകത്ത് എത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ശരിയായി സ്വതന്ത്രനായവനിൽ അഭയം പ്രാപിക്കണം. പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാണവന്റെ വാണിയിൽ ശ്രദ്ധയുള്ളവരാകണം. അങ്ങനെ നമ്മൾ സ്വതന്ത്രരാകുമ്പോഴാണ് സാഹോദര്യം ഉദിക്കുന്നത്. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നതുകൊണ്ടോ ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഇല്ലാത്ത ജാതിയിൽ അഭിമാനിക്കുന്നത് കൊണ്ടോ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ആശയത്തിൽ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ടോ സാഹോദര്യം പുലർത്താൻ സാധിക്കില്ല. സോദരത്തേന ഏവരും വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ നിർമ്മിക്കുന്നതിനാണ് ഗുരുദേവൻ ആയുസ്സും വപുസ്സും ആത്മതപസ്സും മാനവരാശിക്കായി ബലിയർപ്പിച്ചത്. 1888 കുംഭശിവരാത്രിയിൽ രാമമുഹൂർത്തത്തിൽ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഉത്തമ ലക്ഷണങ്ങളോടുകൂടിയ അനന്തതയുടെ പ്രതീകമായ മംഗളസ്വരൂപനായ ശിവനെ പ്രതിഷ്ഠിച്ച് ഗുരു നമ്മെ അനുഗ്രഹിച്ചു. വരുന്ന ശിവരാത്രി നാളിൽ 10 ദിവസത്തെ വ്രതമെടുത്ത് ഏവരും, പ്രത്യേകിച്ച് ഗുരുവിശ്വാസികൾ മൂലസ്ഥാനമായ അരുവിപ്പുറത്ത് എത്തണം. 10 നാൾ നീണ്ടു നിൽക്കുന്ന വിജ്ഞാനപ്രദങ്ങളായ സമ്മേളനങ്ങളും മനനം കൊണ്ട് ത്രാണം ചെയ്യുന്ന ഹോമമന്ത്രജപവും 1008 കുടം ജലം ശങ്കരൻകുഴിയിൽ നിന്നും കോരിയെടുത്ത് ഓം നമ ശിവായ മന്ത്രം ജപിച്ച് ബ്രാഹ്മമുഹൂർത്തത്തിൽ നടത്തുന്ന അഭിഷേകവും മറ്റും ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ ശിവരാത്രി പ്രതിഷ്ഠാ വാർഷികം അരുവിപ്പുറത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. ഏവരെയും ഈ പുണ്യസ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.